Yes, yes. Oh, congratulations. Yay! So thank you. So thank you. मैं happy. Chinju with regard to Chinju has no much. She doesn't express much. Yeah. Chinju is always. I rarely see her smiling. She's not stressed at all. I was looking up. I was stressed, not down. Thank you, Stephanie, for coming in. ഹലോ നമസ്കാരം. ഞാൻ നിൽക്കുന്നത് യാരാ ബിൽബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബ്രിസ്ബേണിൽ നിന്ന് ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ മാത്രം ദൂരെയുള്ള ഒരു സബർബാണ് യാരാ ബിൽബ. എമർജൻസി സബർബാണ് യാരാ ബിൽബയെ പറ്റിയൊക്കെ മുമ്പ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് മേടിക്കാനും വീട് മേടിക്കാനും ഒക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് യാരാ ബിൽബ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ നിൽക്കുന്നത് കണ്ടോ, ഒരു സോൾഡ് ബോർഡിന് മുന്നിലാണ്, ഒരു വീടിൻ്റെ സോൾഡ് ബോർഡിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ വീട് ആരുടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണും. എബിൻ ആൻഡ് ചിഞ്ചു എൻ്റെ ഒരു അനിയനും അനിയത്തിയാണ്. അവരുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ലിങ്കിൽ പോയി നോക്കിയാൽ അവരെന്താണ് ഏതാണെന്നുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. തൽക്കാലം ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. വെൽക്കം ടു OC മലയാളി വ്ലോഗ്സ്. എൻ്റെ പേര് മേബിൾ, എൻ്റെ കൂടെ എബിൻ ആൻഡ് ചിഞ്ചു. എൻ്റെ പുറകെ നിൽക്കുന്നു താരങ്ങൾ. അവരുടെ കൂടെ നമ്മൾ കാണാത്ത ഒരാളും കൂടെ ഉണ്ട്. എബിൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. എബിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ഈ അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവർ എൻ്റെ അടുത്ത് വന്നതാണ്. നമുക്ക് വീടിൻ്റെ കീ മേടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എബിനെ എന്തോ ആരുടെ വീടാ? അമ്മയുടെ വീട്. ചിരിക്കണോ കരയണോ പൊട്ടി ആഹ്ലാദിക്കണോ എന്ന് അറിയാൻ മേലാത്തൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ ബ്രിസ്ബേണിൽ നമ്മൾ ഈ യാരാ ബിൽബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് മേടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു. അന്നൊന്നും സെറ്റായില്ല. പക്ഷേ പിന്നീട് ഇവിടെ എങ്ങനെ വീട് മേടിക്കാൻ പറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീട് കാണിക്കാം, എന്തൊക്കെയാണെന്ന്, എങ്ങനെയാണ് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പിന്നെ നമുക്ക് അകത്തോട്ടൊന്ന് കയറി കീ ഒക്കെ ജസ്റ്റ് കിട്ടി. കീ കൊണ്ടുവന്ന് നമ്മുടെ ഏജൻറ്റ് കൊണ്ടുവന്ന് കീ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു. ആ വീഡിയോ അതിലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അത് കണ്ടു. വീടിൻ്റെ അകഭാഗം കാണാം. പിന്നെ ഇവർക്ക് എങ്ങനെ വന്ന് ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലെ ഒരു വീട് ബ്രിസ്ബേണിൽ എങ്ങനെ മേടിക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയാം. വീട് നമുക്ക് അകത്ത് കയറി അതൊക്കെ ഒന്ന് കാണിക്കാം. എല്ലാവരെയും കാണിക്കാം. ഒരു കയറിക്കോളൂ. എല്ലാം ഇട്ടോ, വെട്ടം പ്രകാശപൂരിതമാകട്ടെ. അപ്പം നമ്മൾ കയറി വന്ന ഭാഗമാണ് ഈ കാണുന്നത്. അമ്മയാണ് എനിക്ക് എബിൻ്റെ അമ്മ. എബിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മയുടെ വിശേഷങ്ങളിലേക്ക് പറയാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് വീട് പെട്ടെന്ന് കാണാം. ഇതിപ്പം 4 വർഷം പഴയ വീടാണ്. 4 വർഷം പഴയ വീട് യാരാ ബിൽബയിലാണുള്ളത്. ഇതാണ് ഈ ഒരു മുറി, സിറ്റിംഗ് റൂമാണ്. ഇങ്ങോട്ട് പോയാൽ സിറ്റിംഗ് റൂമാണ്. അതിനുശേഷം അതൊന്ന് വന്നാൽ റൈറ്റ് സൈഡിൽ നമുക്ക് മെയിൻ ബെഡ്റൂമാണ്. ഈ മെയിൻ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് 2 ഡ്രസ്സിംഗ് റൂമുകളാണുള്ളത്. ഇതൊന്ന് പെണ്ണുങ്ങൾക്കുള്ള ബെഡ്റൂം, ഇതൊന്ന് പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് ഏരിയ അല്ലെങ്കിൽ വോക്കിൻ റൂം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണുങ്ങൾക്കുള്ള വോക്കിൻ റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒന്നും ഇട്ടിട്ടില്ല, എംറ്റിയാണ്. ഇവർ 2 ദിവസത്തിന് വേണ്ടി മാത്രമേ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ഇവിടെ സൈഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറുണ്ട്. ഇതിൻ്റെ വല സൈഡിൽ എൻസ്യൂട്ടുണ്ട്. എൻസ്യൂട്ട് അത്യാവശ്യം വിശാലമായ ഒരു എൻസ്യൂട്ടാണുള്ളത്. കുറച്ച് എന്താ പറയുക, ഒരു ക്ലീനിങ് കൂടെ ഒക്കെ ബാക്കിയുണ്ട്. നമുക്കിത് കീ കിട്ടിയതേ ഉള്ളൂ. ഷവറുണ്ട്. ഇവിടെ തന്നെ ഒരു വിൻഡോ ഉണ്ട്. ടോയ്ലറ്റിന് സൈഡിൽ നമുക്കൊരു വിൻഡോ ഉണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓർഡർ അവിടെ നിന്നോടാ. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. അത് കാണിച്ചു. അത് പുറത്തുനിന്ന് വരുമ്പോൾ കാണിക്കാം. എന്നിട്ട് വാടാ കാണിച്ചേ. എല്ലാം LED ലൈറ്റുകളാണ്. എല്ലാം ഡൗൺ ലൈറ്റ്സും ഒക്കെ ആയിട്ട് എല്ലാം ഡൗൺ ലൈറ്റ്സ് ആണ്. സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം അതുപോലെ നമ്മുടെ ഗാരേജ് നല്ല സ്പേഷ്യസ് ഗാരേജാണ്. നമ്മളിത്തിരി ചെറിയ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഇച്ചിരി പെയിൻറ്റ് ആടിയിട്ടുണ്ട്. ഗാരേജ് നല്ല സ്പേഷ്യസ് ഗാരേജാണ്. ഗാരേജിൻ്റെ ബാക്കിൽ നമുക്കൊരു ഡോറുണ്ട് പുറകോട്ട് പോകാനായിട്ട്. കണ്ടോ, ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് പുറകോട്ട് ഇറങ്ങാം. പുറകോട്ടിറങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈഡ് ആക്സസും ഉണ്ട്. ഇതാണ് സൈഡ്. പിന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനായിട്ടുള്ളൊരു ഗേറ്റാണ് ഇത് കാണുന്നത്.
ബാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ ലാൻഡ് 600 ലാൻഡാണ് അല്ലേ? 600 ലാൻഡ്. അതെ, 15 സെന്റ്. 15 സെന്റ് ഉദ്ദേശം. പോകാം, ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. അടുത്ത ഇതൊരു ഓഫീസ് റൂം അല്ലേ? ഓഫീസ് റൂമിനകത്ത് ഇവർ വന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം എംറ്റി ആണ്. ഇവരിപ്പോൾ നാളെ തിരിച്ചു പോകും. 2 ദിവസത്തിന് വേണ്ടുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളൊന്നും മേടിച്ച് വെക്കുന്നില്ല. ഇത് ഒരു വർഷത്തേന് വാടകയ്ക്ക് കൊടുക്കാൻ അല്ലേ പരിപാടിയല്ലേ ഇവനെ? അതെ. ഇത് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാർപ്പറ്റും മറ്റേ ഇത് വിനൈൽ ഫ്ലോറിംഗും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വിത്ത് ഓപ്പൺ കിച്ചൺ. ഇവിടെ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവർക്ക് ഒരു 1-2 ദിവസം കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ഇത്രയും നല്ലതാണ്. സെൻട്രലൈസ്ഡ് AC, ഡൗൺ ലൈറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഇവിടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയൊരു സ്റ്റോറേജ്, നമുക്ക് ഭയങ്കര വലിയ ഒരു സ്റ്റോറേജ് ഈ കിച്ചണിൽ തന്നെ ഉണ്ട്. ഒരു വലിയ സംഭവമാണ്. അപ്പം അതുപോലെ കിച്ചണിലാണേലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഉൾപ്പെടെയുള്ള കിച്ചൺ ബെഞ്ച്, വളരെ സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു കിച്ചണാണ്. ഇഷ്ടംപോലെ കബോർഡുകൾ മേളിലും അതുപോലെ തന്നെ താഴെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അതുപോലെ സിങ്കിൻ്റെ സൈഡിലാണ് ഇഷ്ടംപോലെ കബോർഡുകൾ, ഡ്രോവറുകൾ. ഇതിൻ്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പാൻട്രി, ഒരു ഫുൾ സൈസ് പാൻട്രി എന്ന് തന്നെ വേണം പറയും. ഇതിൻ്റെ അകത്ത് നോക്കി ഇഷ്ടംപോലെ കബോർഡും മേളിലും താഴെയും ഒക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റൗ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം, ആരും അറിയത്തില്ല. ചിഞ്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു അല്ലേ? നമുക്കിവിടെ ഒരു ജനലൂടെ വെച്ചിട്ട് ഒരു ഗ്ലാസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി പൊളിക്കും. അപ്പം അത് കിച്ചൺ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയാൽ അടുത്ത ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇതൊരു കാർപ്പറ്റഡ് ബെഡ്റൂമാണ്. അഗൈൻ ഇത് ആമിക്കോട്ടനാണ്. ആമിക്കോട്ടെ ബെഡ്റൂം. ഇതാരുടെ ബെഡ്റൂം? ആമിക്ക് വന്നേ. ആമിനെ അറിയാൻ പറ്റില്ല. നമ്മൾ കരിമ്പ് ആമിക്ക് നാളെങ്കിൽ വന്നപ്പോൾ കരിമ്പ് വെട്ടി തന്നു ഓർക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പം ലൈറ്റുള്ള കരിമ്പാണോ? അതാ ഇതിൻ്റെ ലൈറ്റ് ഇല്ലേ? നിങ്ങളുടെ കരിമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ലൈറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇതാണ് ആമിയുടെ ബെഡ്റൂം. ഇതാണ് ലൈറ്റ്. ഇത് നല്ല ലൈറ്റ് ഉണ്ടല്ലോ. ഈ റൂമിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള എന്താ പറയുക വാർഡ്രോബ് ഉണ്ട്. ഇഷ്ടംപോലെ വലിയ ഒരു വാർഡ്രോബ് തന്നെയാണ്. നമുക്ക് നല്ല സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. തുണി അത്യാവശ്യം ഇതൊരു ബെഡ്റൂമിനകത്ത് താമസിക്കുന്ന ഒരാൾക്കുള്ള തുണികൾ വെക്കുന്നതിനും കൂടുതൽ ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഫാനുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ AC ഉണ്ട്. ഇവിടെ നമുക്ക് പുറത്തോട്ട് നോക്കി ഇഷ്ടംപോലെ വെട്ടം കിട്ടും. എനിക്ക് ഈ വീടിന് ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ വെട്ടമുണ്ട്. നമുക്ക് എവിടെ ലൈറ്റ് ഇട്ടില്ലെങ്കിലും ലൈറ്റ് ഉണ്ട്. നാച്ചുറൽ ലൈറ്റ് ഇഷ്ടം പോലെ. എതിരെ നോക്കിയാൽ കണ്ടോ ലൈറ്റ് ഒരു ഭംഗി കിട്ടേക്കുന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത റൂം, അടുത്തൊരു ബെഡ്റൂം. ആമി ഇതാണോ പറഞ്ഞത് ആമിയുടെ റൂമാന്ന് പറഞ്ഞേ? എപ്പത്തെ ഫ്രണ്ടിലാ കയറി വരുമ്പോഴാ? അതോ ആ റൂമാണോ കൊച്ചിന് വേണ്ടേ? അപ്പൊ അപ്പയുടെ അമ്മയുടെ റൂം എവിടെയാ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇതാണോ വാഷ് ചെയ്യുന്ന റൂം? ഇവിടെയാണോ വാഷിങ്? ഇത് ലോണ്ട്രി ഈ പറഞ്ഞ ടൈലാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഫ്ലോറിംഗ് മെറ്റീരിയൽ കാണാൻ പറ്റും. ഇത് വിനയിൽ, ഇത് കാർപ്പറ്റ്, ബെഡ്റൂമുകളൊക്കെ കാർപ്പറ്റാണ്. അതുപോലെ തന്നെ വെറ്റ് ഏരിയ എല്ലാം ടൈലാണ്. ഒരു എൻട്രൻസ്. ഇത് അടുത്ത ഒരു ഡോറ്. അപ്പോൾ ഈ വീടിന് 1, 2, 3, 4 ഡോറുകളാണ്. ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഒന്ന് ലോണ്ട്രി, പിന്നെ ഒന്ന് ബെഡ്റൂമിൽ നിന്ന് അല്ലേ? ഇപ്പോൾ ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് തുണി അലക്കാനുള്ള ലൈനും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. വീടിൻ്റെ മറ്റൊരു സൈഡാണിത്. ഇവിടെ തന്നെ സെൻട്രൽ ACക്കുള്ള ACയുടെ യൂണിറ്റ്. അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയുക ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. തുണി അലക്കി ഇടാനുള്ള ലൈനും അവിടെ പുറത്തുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ എന്താ പറയുക ലോണ്ട്രിക്കകത്ത് തന്നെ വലിയ ഇതുണ്ടോ? ഒരാൾ കയറി നിൽക്കാമല്ലോ. ഇതന്നെ വെച്ചിരിക്കുന്നൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് പോയിച്ചിട്ടുണ്ട്. വലിയൊരു കബോള്. അടുത്തത് നമുക്ക് ഈ പറയുന്ന കോമൺ ടോയ്ലറ്റ് വിത്ത് നാച്ചുറൽ ലൈറ്റ്. ഇഷ്ടംപോലെ ലൈറ്റ്. ബാത്റൂം വിത്ത് നാച്ചുറൽ ലൈറ്റ്. ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാലേ. എനിക്ക് ഇഷ്ടം പോലെ വെട്ടം. ഇതിൻ്റെ അകത്താണേലും എന്ത് കബോർഡിൻ്റെ കളി. ഇതിൻ്റെ അകത്ത് കബോർഡിനകത്ത് വെക്കാനുള്ള സാധനം മാത്രം ഉണ്ടാക്കിയാൽ മതി. ഷവർ ഇതൊക്കെ ഒരു ക്ലീനിങ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഓണർ ഇവിടെ അധികം താമസിക്കാറില്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ക്ലീനിങ് കൂടെ ആവശ്യമുണ്ട്. അതിനുള്ള ആൾക്കാർ വരുന്നുള്ളൂ. ഇത് അടുത്തൊരു ബെഡ്റൂം.
ഇത് ഇപ്പോഴുള്ള കാർപ്പറ്റാണ്. എല്ലാ ബെഡ്റൂമും പോലെ തന്നെ ഒരു വാർഡ്രോബുണ്ട്, അതുപോലെ തന്നെ ഫാനുണ്ട്, ഡൗൺ ലൈറ്റ്സ്, AC, വിൻഡോ. ഇവിടെ ഈ റൂമിലും ഇഷ്ടംപോലെ പ്രകാശമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ ഒരു ഏകദേശം അല്ലേ. ആമിയുടെ ബെഡ്റൂം എവിടെയാണ്? ആമി കാണിക്കുന്നു അല്ലേ, കാണിച്ചേ. ഏത് ബെഡ്റൂം ആമിയുടെ? കാണിക്ക്, ഞാനല്ലേ വരുന്നേ. വാ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്നാ? അമ്മ ഇവിടെ ഇത് വന്ന് വീട് വന്ന് കാണാൻ നേരത്തേനും ഈ വീട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു? അതോ ഇതിൽ നല്ലതാണെന്നാണോ വിചാരിച്ചാലും, നല്ലതാണോ വിചാരിച്ചാലും മോശമാണോ? ഓർത്തില്ല. അപ്പൊ ഇതിന്റെ കമ്മീഷൻ എപ്പോഴാ തരുന്നേ? ഓർഡർ തരും. എന്നാ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലോ? നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ പുറത്തോട്ട് നമുക്കിത് 600 മീറ്റർ സ്ക്വയർ അല്ലേ ലാൻഡ്? അതെ, 600 മീറ്റർ ലാൻഡും 265 വീടുമാണുള്ളത്. ഇപ്പൊ 265 വീട് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അത്ര തന്നെ വലിയൊരു വീടാണ് 265 വീടെന്ന് പറയുന്നത്. പുറകിൽ ഈ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നട്ടിട്ടില്ല. എന്ത് വേണേലും ചെയ്യാം. ഇവിടെ ഷെഡ് വെക്കാം, വെജിപ്പാച്ച് അടിക്കാം, അതുപോലെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് കൃഷിയും അത്യാവശ്യം രീതിയിലുള്ള ഇത്. ഇപ്പം ഈ ഒരു ഇത്രയും ലാൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയുക, ഈ ഏരിയയിൽ ലാൻഡ് കിട്ടാൻ പാടാണ്. ലാൻഡുകളെല്ലാം ഇപ്പം വളരെ കുറച്ച് ലാൻഡാണ്. ഒരുപാട് വീട് കണ്ടതിനകത്തുനിന്നൊരു 500 മേളിൽ ലാൻഡുള്ള സ്ഥലം ഈ ആരാബിൽ ബേ എന്ന സ്ഥലത്ത് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇച്ചിരി പാടാണ്. അതെ, അപ്പം പാടെന്ന് മാത്രമല്ല വിലയും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്കകത്ത് ഈ സാധനം കിട്ടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റും. ഇതിൽ അക്കൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ഇപ്പം പോലെ ഇവിടെ വില കുറവാണെന്ന് പറഞ്ഞാൽ നാളെ കുറയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു കുറവ് ഒരിക്കലും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറയുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നത് കാര്യമില്ല. ഇവിടുത്തെ വില കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചിഞ്ചുവിൻ്റെ അടുത്തൂടെ പോകാം, നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന വീഡിയോ നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഫോൺ ബാറ്ററി ചത്തു, അതുകൊണ്ട് ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് ചിഞ്ചുവിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അവിടെ തുടങ്ങാം. അപ്പോൾ ചിഞ്ചുവിനോട് തന്നെ ചോദിക്കാം. ചിഞ്ചു, നമുക്കിപ്പം ഇവിടെ ഈ നിങ്ങൾ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്ന് ഇവിടെ നിന്നൊരു വീട് എങ്ങനെ മേടിക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ വരണം എന്നുള്ളതിൻ്റെ ഉണ്ടായിരുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പഴയ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ഒന്നാമത്തെ റീസൺ ഞങ്ങള് റൂറൽ തിരഞ്ഞെടുത്തത് അതൊരു വൈസ് ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റി. പിന്നെ റൂറലിൽ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടി അവിടെ പോയതുകൊണ്ട്. അതുമൊക്കെ ഇതിനൊരു കാരണമായി. പിന്നെ ഞങ്ങൾക്ക് ക്വീൻസ്ലാൻഡിൽ വന്ന് സെറ്റിൽ ആവണം എന്നായിരുന്നു ഞങ്ങൾ നേരത്തെ തൊട്ടുള്ള ആഗ്രഹം. പക്ഷെ നമുക്ക് PR കിട്ടിയത് NSW ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു 8-9 മാസമായിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്ത് കൂടുതലായിട്ട് ഇതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തി ഒരു 8-9 മാസം കൊണ്ട് നമ്മളൊരു വീട് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്നാണോ കാശ് മുഴുവനും വീട് മേടിക്കാനുള്ള, അതോ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണോ? അല്ലല്ല, നമ്മള് കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നില്ല. നമുക്ക് വരാനുള്ളതും പിന്നെ അവിടെ ഒരു അത്യാവശ്യം ഒരു വണ്ടി വാങ്ങാനുള്ളതും സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഇവിടെ വന്ന് ഉണ്ടാക്കി. പലരും പലരും വിചാരിക്കും ഈ ഒരു വർഷം കൊണ്ട് വന്ന് ഓസ്ട്രേലിയയിൽ ജോലി. സീരിയസ്ലി ഞങ്ങളൊരു വണ്ടി മേടിക്കാനുള്ള പൈസ ഉണ്ടായുള്ളൂ. ചേട്ടൻ അറിയാലോ എത്ര പേര്? എനിക്കറിയാം, പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് ആൾക്കാർ വിചാരിക്കരുതല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം പലർക്കും അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുകയല്ല. അതിന്റെ ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ടൈം 2 days എന്നുള്ളത് 1 day ആയിട്ട് കുറച്ചു. പിന്നെ ഞങ്ങൾ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഇപ്പം ഇത്രയും പെട്ടെന്നൊരു ഇത് മേടിക്കാനായിട്ട് പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. അതെ, അത് നമ്മളിങ്ങനെ സ്ഥിരം ജോലിക്ക് പോവുകയും എല്ലാ 5 ദിവസം 6 ദിവസം ജോലി ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും വീട്ടിലിരിക്കാൻ മേലെ, അല്ലെങ്കിൽ പൈസയുടെ ആർത്തി, അങ്ങനെയെല്ലാം പറയും. പക്ഷെ അതെല്ലാം ഒരു സൈഡിൽ കൂടി ഞാൻ കിടക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നത്ത് പോവുക എന്നുള്ളതാണ്. അതെ അല്ലേ? ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ 2 വർഷം എന്തായാലും അവിടെ നിൽക്കണം. ഇപ്പം ഞങ്ങൾ അയർലൻഡിലായാലും 2 വർഷം അവിടെ നിൽക്കണം. ഒരു കോൺട്രാക്ട് ഉണ്ട്. ഞങ്ങൾ അയർലൻഡിലായാലും ഡബ്ലിനിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ സിറ്റി ലൈഫായിരുന്നു. നമുക്ക് സേവിങ്സും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഈ 2 വർഷം അതെ. അപ്പൊ നമ്മൾ അത്രയും ടൗണിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു റൂറൽ ഏരിയ ചെന്ന് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളത് സിഡ്നിയിലോട്ട് സെലക്ഷൻ കിട്ടിയ സമയത്ത് സിറ്റിയിൽ വേണേൽ ജോലി ചെയ്യായിരുന്നു. അതെ, സിറ്റിയിലായിരുന്നു ആദ്യം കിട്ടിയത്. പിന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമ്മളായിട്ട് റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് റൂറൽ ഏരിയയിൽ ഉണ്ടോ
അപ്പൊ നിങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്ന മലയാളികളൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പം നമുക്ക് അവിടെ പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം നിങ്ങൾ വന്നതിന് ശേഷവും നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷവും ഒത്തിരി പേര് ബ്രോക്കൺ ഹില്ല് തന്നെ ഇന്റർവ്യൂ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം നമ്മളുടെ കാഴ്ചപ്പാട് നമുക്ക് പറയാം, പക്ഷെ ആ കാഴ്ചപ്പാട് എല്ലാവർക്കും അത് ദഹിക്കണമെന്നില്ല. അതാണ് ഇപ്പൊ നമ്മൾ അവിടെ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പം വരുന്നവർക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അതിനുവേണ്ടി കുറച്ച് പൈസ സേവ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത്. ഇപ്പൊ കയ്യിൽ ക്യാഷ് ഉണ്ട്, സിറ്റി ലൈഫ് വേണമെന്ന് നിർബന്ധം ഉള്ളവർക്ക് ഇതൊരു റോങ് ഡിസിഷൻ ആയിരിക്കും. അല്ലാതെ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്നേന്ന് തുടങ്ങി ഓസ്ട്രേലിയ വന്ന് നമുക്ക് ഒന്നേന്ന് തുടങ്ങി എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ലത് റൂറൽ ഏരിയയാണ്. പ്രത്യേകിച്ച് ഇപ്പം കിട്ടാനും പാടുള്ളപ്പോൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളുമ്പോൾ ചാടി എടുക്കുക. ഞാൻ എൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് ആയിട്ട് എന്നോട് ചോദിക്കുന്നവരോട് പറയാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ ഹയർ സ്റ്റഡീസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ചിലപ്പോൾ എല്ലാ ചോയ്സും ചിലപ്പം അവിടെ ഉണ്ടായെന്ന് വരികയില്ല. രണ്ടാമത്തത് ഇപ്പോൾ ഒരു മലയാളി ജീവിതം, ആഷ് പൂഷ് പബ്, അമ്മ എന്നെ ഇങ്ങനെ ഈ പ്രതിഫലിക്കുന്ന അമ്മയ്ക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അന്നേരത്തിന് ഇങ്ങനെ ഈ ഒരു ആഷ് പൂഷ് ഉള്ള ലൈഫ്, അതല്ലാതെ നാടൻ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുക വരിക എന്നുള്ളൊരു സംബന്ധിച്ച് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നതാണ്. നമുക്ക് പലർക്കും മെസ്സേജ് ചെയ്യുന്ന റിപ്ലൈ പോലും ചെയ്യാൻ പറ്റാറില്ല. കാരണം അവിടെ എങ്ങനെയാണ്, അവിടെ പോയി കോൺടാക്ട് നമ്പർ തരാമോ എന്നൊക്കെ ചോദിച്ചു കുറേ അധികം പേര് വരാറുണ്ട്. പഴയ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പേര് വെച്ച് സെർച്ച് ചെയ്ത് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. പറ്റണ സഹായം ചെയ്യാം. ഇതെന്നെ റിപ്ലൈ കൊടുക്കാൻ പോലും പേടിയാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആമി വെയിലാത് മാറി ഇങ്ങോട്ട്. കാരണം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പം ആൾക്കാർ ചിലപ്പം വിചാരിക്കും അന്ന് പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് വരുന്നത്, പിന്നെ നാളെ നമുക്കൊരു പഴി കിട്ടേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ഏറ്റവും വരും. നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാനത് പറയുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ഗൈഡൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഗൈഡൻസ് ആയിട്ട് പ്രോപ്പറായിട്ട് നമുക്കത് അങ്ങനെ ഒന്നും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥ തന്നെ. കാരണം 1-2 അനുഭവങ്ങൾ അങ്ങനെ വന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആൾക്കാരോട് അങ്ങനെ ഒന്നും പറയാറില്ല. നിങ്ങൾ റിസർച്ച് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ, അത് വേറെ കാര്യം. നിങ്ങള് സിറ്റി ലൈഫില് 2 ഇയർ താമസിച്ചാണോ അയർലൻഡിൽ? മനസ്സിലായി അതെന്താണ്. നമുക്ക് നമ്മുടെ കയ്യിലൊരു മീതി വെക്കാനൊരു ക്യാഷ് വേണ്ടേ, മാറ്റി വെക്കാൻ. അതിന് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ 2 വർഷത്തോടല്ലേ നീ 2 വർഷം 1.5 വർഷം? ഞാൻ 1.5 വർഷം നിന്നു. 2 വർഷത്തിന് മേലെ 2.5 വർഷം നിന്നു. അമ്മയോട് ചോദിക്കട്ടെ, അമ്മ അയർലൻഡിലും പോയിട്ടുണ്ട്, ഇപ്പം ഓസ്ട്രേലിയ വന്നു, അവിടുത്തെ ഗ്രാമീണ ജീവിതം കണ്ടു. ഇവിടെ ഇപ്പൊ സിറ്റിയിലെ ഇവിടെ നമ്മൾ വന്ന് ഇപ്പം അയർലൻഡിലാണ് ഇവിടെ കുറച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെ? അതിനെ പറ്റി എന്റെ പ്രധാന കാരണം ചൂടായോണ്ടാ? എപ്പോഴും അമ്മയുടെ കാലിന് മുട്ടുവേദന ഉണ്ട്. അപ്പൊ അമ്മേനെ സംബന്ധിച്ച് അവിടെ വരുമ്പോ മുട്ടുവേദന ഇച്ചിരി കൂടുതലാണ്. പിന്നെ അവിടെ 3 മാസത്തെ ഒരു വിസയല്ലേ കിട്ടുന്നുള്ളൂ. നമുക്ക് 1 ഇയർ വന്നേക്കുന്ന 1 ഇയർ വിസ ഉണ്ട്. ഇനിയിപ്പം അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രം ഉള്ളതുകൊണ്ട് മുന്നോട്ട് ചിലപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് പോകാനുള്ള പരിപാടികൾ അല്ലേ, അതൊക്കെ നോക്കണം മുന്നോട്ട് അല്ലേ? അതെ. അപ്പൊ നാട് പോലുള്ള കാലാവസ്ഥ ഉള്ളത് കൊണ്ട് ഇവിടെ ഓസ്ട്രേലിയ തന്നെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേഷം ധരിച്ചിറങ്ങാം അല്ലേ? അതല്ലേ പറയുന്നത്? അപ്പൊ അമ്മേനെ കൊണ്ട് എനിക്ക് നുണ ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയോട് ചോദിച്ചാൽ നേരത്തെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് നിങ്ങളിപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മൾ മെയിനായിട്ട് ഈ വീട് ബ്രിസ്ബെയിനിലൊരു വീട് നോക്കിയപ്പോഴത്തേനും എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രയോറിറ്റീസ് ആയിട്ട് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു പ്രധാന പ്രയോറിറ്റി എന്തായിരുന്നു? പ്രധാന പ്രയോറിറ്റി എന്ന് വെച്ചാൽ സിറ്റിയുടെ അടുത്ത് എന്ന് വെച്ചാൽ പ്രോപ്പർ സിറ്റി ആവരുത്. സിറ്റിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റണം. ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി പോയാലും നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ചെല്ലാൻ പറ്റണം. അതായിരുന്നു ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ നമുക്കൊരു കുറച്ച് ലാൻഡ് വേണമെന്നുണ്ടായിരുന്നു. ഒരുപാടല്ല, ഒരു 15 സെന്റ്. നമ്മുടെ മനസ്സിൽ അതായിരുന്നു കണക്കൂട്ടല്. ഇവിടുത്തെ 600 മീറ്റർ 500 മേലെങ്കിലും വേണമെന്നുള്ളതായിരുന്നു. അപ്പൊ ആദ്യം നോക്കിയപ്പോ അതായിരുന്നു. പക്ഷെ പിന്നീട് നോക്കി അതിന്റെ വിലയൊക്കെ അറിഞ്ഞു വന്നപ്പോ 450 മീറ്റർ സ്ക്വയർ, അതായത് 10 സെന്റ് എങ്കിലും മതി എന്നൊരു ഇതിട്ട് വന്നായിരുന്നു. പിന്നെ അടുത്തത് ഒരു കുഴപ്പമില്ലാത്തൊരു വീട് വേണം. 4 ബെഡ്റൂം ഉള്ളൊരു പഴയതല്ലാത്തൊരു വീട്, ഒരു 10 ഇയേഴ്സിൽ ഉള്ളിലുള്ള ഒരു വീടായിരുന്നു. ഈ വീട്
ഇപ്പൊ 4 വർഷം പഴക്കം. 2020 പണിതാണ്. വീടിന്റെ ഒന്ന് അളവ് എത്ര ഉണ്ട് ഇത് മൊത്തം? എനിക്കറിയാം, ഞാൻ 265 മീറ്റർ സ്ക്വയർ. 265 മീറ്റർ സ്ക്വയർ ഇൻക്ലൂഡിംഗ് ഗാരേജ്, ബിൽട്ടപ്പ് ഏരിയ 265 മീറ്റർ സ്ക്വയർ ആണ്. ലാൻഡ് 600 ആണ്. ലാൻഡ് 15 സെന്റ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ ഇത് നമുക്കിപ്പോ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ട പോലെ ലാൻഡ് ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു എന്താ പറയുക, ഒരു ക്ലീൻ ബോർഡാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെടികൾ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു കണക്കിനല്ല, ഉള്ളത് പറിച്ചു കളഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇത് എനിക്കും ഇഷ്ടപ്പെടാൻ കാരണം. കാരണം ഇവരവിടെ നിന്ന് വീട് നോക്കാൻ വന്നപ്പോഴത്തേനാണേലും അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന പോലെ ആയിരിക്കും. നമുക്ക് ആ ഒരു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഒത്തിരി വീട് ചേട്ടൻ പോയി കണ്ടതല്ലേ? അതെ, അതിനകത്ത് നമുക്ക് പറ്റിയ 2 ശരിക്കും പറഞ്ഞാൽ 2 കിട്ടും. ഒന്നോക്കുമ്പോ ഒന്നൊക്കത്തില്ല. സ്ഥലം കിട്ടുമ്പോ വീട് നല്ലായിരിക്കില്ല, വീട് നല്ലാകുമ്പോ സ്ഥലം ഉണ്ടാവില്ല. ഇത് ഏരിയ മോശമായിരിക്കും. ഇത് എല്ലാവരും പിന്നെ പൈസയുടെ കാര്യവും വിലകളെല്ലാം ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവിൽവേല് ഒരു സ്കൂളിന് തൊട്ടു പുറയിലാണ്. എല്ലാ സൗകര്യങ്ങളും 1.5 കിലോമീറ്ററിനകത്ത് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും. കാത്തലിക് സ്കൂളുണ്ട്, കാത്തലിക് കോളേജ് ഉണ്ട്. അതെ, അതൊക്കെ നോക്കുമ്പോഴത്തെ നല്ലത്. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുന്നു. അത് വലിയ ഭയങ്കര സംഭവം വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഒത്തിരി മലയാളികൾ ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് ഞാൻ തന്നെ 2-3 മലയാളികളെ ഇവിടെ തന്നെ കണ്ടു. 10-15 ഫാമിലി ഉള്ളതാണ് അറിവ്. അതെ, നമുക്ക് അങ്ങനെ പരിചയമില്ലല്ലോ, അപ്പൊ ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയ്ക്കകത്ത് വീട് കണ്ടു. അതിന്റെ ബാക്കിയുള്ളത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു. അതെല്ലാം കണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. അപ്പം റൂറൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ സേവ് ചെയ്ത് 1-2 വർഷം നിന്ന് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ സേവിങ്ങിലോട്ട് ആ പൈസ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫിലേക്ക് എത്താനായിട്ട് ഏറ്റവും എളുപ്പം കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് സേവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാന്നുള്ളത്. അതിന്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ സാക്രിഫൈസ് ചെയ്യാം. അതെ, നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ അതെ അത് കഴിഞ്ഞു. ഇനി വേറെ ആവശ്യമില്ല. അതെ, രണ്ടുപേരും നന്നായിട്ട് ജോലി ചെയ്തിട്ടാണ്. അത് പറഞ്ഞില്ല, 1-2 സ്ഥലത്ത് രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെട്ട് 5-8 മാസത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉണ്ടായത്. ഇപ്പൊ ഇവരാരും ഒരു റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് ഒന്നല്ല. അമ്മ സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരും താഴെ എന്നെപ്പോലെ തന്നെ വന്ന ആൾക്കാരാണ് ഇവരും. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. അത് ചെയ്താൽ ഒരു കാര്യം തീരുമാനിച്ച് ചെയ്യാനുള്ള ഒരു എല്ലാവർക്കും സാധിക്കും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അതെ, വരുമ്പോഴേ എല്ലാ സുഖ സൗകര്യങ്ങളിലായിട്ട് വന്ന് ചാടിയാൽ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും 50 രൂപ പോയിക്കൊണ്ടേയിരിക്കും. അതെ, നമുക്കിപ്പോ പ്ലാനിങ് ഇല്ലാണ്ട് പോകാനും പറ്റില്ല. ഹാർഡ് വർക്ക് എന്നല്ല, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും കുറച്ചൊന്ന് ചവിട്ടി പിടിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. അതെ അതെ, അതാണ് എൻ്റെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇവർ നാളെ രാവിലെ തിരിച്ചു പോകുന്നു. 2 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. അവരുടെ ഇടയ്ക്ക് ഇപ്പം ഈ കാണിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവരെ നന്നായിട്ട് അറിയാം. ഇവരുടെ അന്നത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് കേട്ടതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക്, ഇവരുടെ ആദ്യത്തെ 2-3 മാസം മുമ്പ് എടുത്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. സംശയങ്ങളുള്ളവർ അതിനകത്ത് നോക്കി അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒത്തിരി പേര് എവിൻ്റെ നമ്പർ തരാമെന്ന് വെച്ചാൽ എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. എനിക്കത് പ്രാക്ടിക്കലി തരാൻ പോസിബിൾ അല്ല, കാരണം അവർ 2 പേര് 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. എന്തെങ്കിലും മെസ്സേജൊക്കെ പുള്ളി അവനെ തന്നെ അന്വേഷിച്ചിട്ട് മെസ്സേജ് ഇട്ടാൽ പുള്ളി റിപ്ലൈ ചെയ്യും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. സേഫ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ പറഞ്ഞിട്ടില്ലെന്ന് പിന്നെ എന്നോട് പറഞ്ഞു നീ ഇന്ന് കേൾക്കാനുള്ള ഇടപെടരുത്. അപ്പൊ അങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും കൂടുതലോട്ട് പോയില്ല. ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കുക, അവിടെ മലയാളം കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാറുണ്ട്. പലരും പറയുകയല്ലേ, ഇതെന്നറിയാവോ, ഈ ഇവിടെ വന്ന പണി കിട്ടിയവർ പോലും എനിക്ക് പണി കിട്ടിയെന്ന് പറയുകയല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുറച്ചൊരു ഇതിനു വേണ്ടി ഒന്ന് ഒരു കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് ആ 2 വർഷം കൊണ്ട് നമുക്ക് നല്ല അച്ചീവ്മെന്റ്. ഇപ്പൊ ഞങ്ങൾ 2 കൊല്ലം കൊണ്ട് മേടിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു വീടാണ്. നമുക്ക് ഒരു 8 മാസം ഇപ്പൊ 8 മാസം മേടിച്ചു. കിട്ടിയപ്പോഴത്തേനും ഒരു 9 മാസം ആയിരുന്നു. 9 മാസം ആയിരുന്നുള്ളൂ. നമുക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് 2 വർഷത്തിന്റെ ആവശ്യമില്ല. അതിനു മുമ്പ് നമുക്ക് സാധിക്കും. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇനി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് മിച്ചം ഉണ്ടാവും. വരുമ്പോ നമുക്ക് ലാൻഡ് ക്രൂസർ പ്രാഡോ ആഗ്രഹങ്ങളാണല്ലോ. അതെ, ഇനിയിപ്പോ ഇത് വലിയ ആഗ്രഹം നടന്നപ്പോ ഇതിന്റെ 8-1 10-1 ചെറിയ ആഗ്രഹമാണ് അത്. അപ്പൊ അത് തീർച്ചയായിട്ടും സാധിക്കും. പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാരും ഇത് വേറെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പൊ നമ്മള് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാള് ഇതുപോലെ ചേട്ടൻ ചെയ്ത് തന്ന പോലെ ചെയ്യാൻ ഒരാള് വേണം. പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുക്കുക. കുഴപ്പമില്ല. ഞാൻ
കാര്യമായിട്ട് പറയണതാണ്. പുള്ളി തമാശക്ക് പറഞ്ഞു, എന്നാലും പുള്ളി ഉള്ളതുകൊണ്ടാണ് നമുക്കിത് സാധിച്ചത്. കാരണം പൈസ മാത്രം കൊണ്ട് നമുക്ക് ഇത്ര, ഞങ്ങൾ ഇപ്പം അറിയാലോ എത്ര ദൂരെയാണ്, നമ്മൾ ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരാള് വേണം നമുക്ക്. കാരണം എപ്പോഴും ഒരാള് കണ്ട് ഫിസിക്കലി കണ്ട്, നമ്മളിപ്പോ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കണം ഫിസിക്കലി നമുക്ക് വീട് മേടിക്കുമ്പോൾ. പലരും ഈ ഫോട്ടോ കണ്ട് വീട് മേടിച്ച് വന്നിട്ട് മേൽപ്പണി എന്നൊക്കെ ഇഷ്ടം പോലെ പേര് കാണാതെ ഓൺലൈൻ ഓപ്ഷൻ ഒക്കെ വിളിച്ച് മേടിക്കുമ്പോൾ എനിക്ക് ആൾക്കാരെ അറിയാം. അങ്ങനെയുള്ളവരെ വീട് വന്ന് നോക്കും, വീടിന്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിരിക്കും, ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര വിശാലമായിട്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവരുടെയൊക്കെ ചെയ്ത് കൊടുത്ത ഒരു സർവീസ് അല്ല, ഇവര് എന്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇവർക്ക് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് അങ്ങനെയുള്ള സർവീസൊക്കെ നമ്മുടെ സർവീസിന്റെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നവർക്ക് റീലൊക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്നെ കൂടെ ഒന്ന് തള്ളിയതാട്ടോ. അപ്പം അല്ല, അത് ജെന്യുവൻ ആയിട്ട് അത് നമ്മൾ ഇപ്പം ഞാൻ വന്ന് നോക്കിയാൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ഇത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട വീട് ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അത് മേടിക്കണ്ടാതെ ഇന്ന പോലെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞങ്ങളത് 90% ഓക്കെ എന്നും പറഞ്ഞിരുന്ന്, പക്ഷെ ഒരു 10% പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ് പറഞ്ഞപ്പോ. പക്ഷെ അതിന് ഇന്ന പോരായ്മകളുണ്ട്, അത് പുള്ളി പറഞ്ഞു. 80 വീട് കണ്ടിട്ട് 86ാമത്തെ വീടാണ് ഞാൻ എന്റെ വീട് മേടിച്ചത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവിടെ ജീവിക്കുന്ന ഏത് സ്ഥലത്ത് താമസിക്കുന്നു ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരാള്, അല്ലെ നിങ്ങൾ വന്ന് താമസിച്ച് കണ്ടിട്ട് വേണം ചെയ്യാൻ. അല്ല, താമസിക്കുന്ന ഒരാള്, വിശ്വസനീയമായിട്ട് ഒരാള് നമുക്ക് എപ്പോഴും വേണം, അല്ലാണ്ട് പറ്റില്ല. കാരണം ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ പറയുന്നതും നമുക്ക് എല്ലാം വിശ്വസിച്ച് നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വന്നത് കണ്ട് നോക്കി. അതെ, ഇത് നോട്ടീസ് ചെയ്യേണ്ടത് വേറെ സ്റ്റേറ്റിൽ നിന്നിട്ട് വേറൊരു സ്റ്റേറ്റില്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് വേറെ സ്റ്റേറ്റിൽ വീട് നോക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. കാരണം നമുക്ക് പോസിബിൾ അല്ല ഒരു വീട് നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇട്ടു, നമുക്കത് പെട്ടെന്ന് പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ വേണമെന്ന് പറഞ്ഞു. അത് ചിലപ്പം അത് നോക്കിയിരിക്കുന്ന പോലെ ഇവിടെയൊക്കെ വീടുകൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കുന്ന പോലെ സാധനം പെട്ടെന്ന് തന്നെ വിറ്റുപോകും. അപ്പൊ അങ്ങനെ ഒത്തിരി ആലോചിച്ച് എല്ലാം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വിട്ട നാളെ വിറ്റുപോകുന്ന അവസ്ഥ ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു ദൈവകൃപ കാരണം തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വീട് കിട്ടും. ഇപ്പൊ ചിഞ്ചുവിനായാലും കിച്ചണില് കുറെ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റ് അതുപോലെ കിട്ടി. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു വീടാണ് ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയത് കേട്ടോ. അതെ, ഇനിയിപ്പം നിങ്ങൾ മൂവ് ചെയ്ത് അടുത്ത ഒരു വർഷം ഇത് വാടക കൊടുക്കാനുള്ള റെന്റിന് ജസ്റ്റ് 1 ഇയർ. അത് കഴിയുമ്പോഴത്തേന് ആ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂവിങ് ചെയ്ത് വരാൻ പറ്റും. നമുക്ക് വേണ്ട മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ്. അപ്പം അത്രേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ചിലപ്പം പറയും അവർ തള്ളാൻ വേണ്ടി വന്നാൽ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഉള്ള കാര്യങ്ങൾ പറയുന്നു, അത് മനസ്സിലാക്കേണ്ട ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന പല കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ പറയുന്നതാണ്. അതുപോലെ തന്നെ ഞാനും എൻ്റെ ലൈഫിൽ നിന്നാണ് പല കാര്യങ്ങളും പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം അമ്മേ സന്തോഷമല്ലേ? സന്തോഷമാണ്. നമുക്കിനി അടുത്ത വർഷം ഇവിടെ വെച്ച് വീണ്ടും കാണാം അല്ലേ? 4 കപ്പയൊക്കെ നടണ്ടേ? 3-4 കോഴീനൊക്കെ മേടിച്ച് വളർത്തണം. വാഴ, കപ്പ. അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞു ആ സൈഡില് പ്ലാൻ ചെയ്ത് എല്ലാ സാധനവും നമുക്ക് നടാം. എല്ലാ സാധനങ്ങളും നടാം. വീട് ഇത് കൂടുതൽ എന്നാ വേണ്ടേ? ഞാനൊക്കെ വന്ന് എത്രയോ വർഷങ്ങൾ 10 കൊല്ലം സ്വപ്നം കണ്ട വീടാണ് നമ്മളിപ്പം. അതിനുശേഷം 10 കൊല്ലത്തെ വർഷമാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ചിഞ്ചുവിനും എവനും പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യും. എല്ലാവരും ഒന്നും ഷെയർ ചെയ്യത്തില്ല. പല ആൾക്കാരും ഇങ്ങനെ കാര്യങ്ങൾ മേടിച്ചാലും പുറത്ത് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അവർ ആർക്കും അറിയണ്ടെന്നുള്ളൊരു ഇതാണ്. പക്ഷെ നമുക്കിപ്പം നമ്മളിങ്ങനെ പറഞ്ഞു തരാൻ മനസ്സുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഇപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞങ്ങൾ വന്ന വഴി എല്ലാം കൃത്യമായിട്ട് ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് എല്ലാം ഇത് ചെയ്തു. എന്നെ ഇപ്പോൾ മെസ്സഞ്ചറിൽ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുക്കും. അവർക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണം. കാരണം അത് ആവശ്യമുള്ളവൻ അത് കാണും. അത് കണ്ടിട്ട് വിളിക്കാത്തവരുണ്ട്, ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാട്ടോ ഇതിപ്പോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുമായിരിക്കും. എന്നാലും നമ്മള് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. മനസ്സിലാക്കുന്നവരോടല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതെ. എനിവേ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് വീണ്ടും ഇവർ വരുന്ന സമയത്ത് വീണ്ടും അടുത്ത വീഡിയോകൾ നമുക്ക് ചെയ്യാം. അതുപോലെ എല്ലാവരും ഇവരിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും നേരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിപ്പോ വലിയ കാര്യമൊന്നുമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത് ആർക്കും സാധിക്കും.
ആൾക്കാർ ചിലപ്പോൾ ഇതിലും കഷ്ടപ്പെട്ട് വന്നവരുണ്ടാവും, ബുദ്ധിമുട്ടിയവരുണ്ടാവും. പക്ഷെ നമ്മൾ അറിയുന്നില്ല. പലരുടെയും കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പറയാനാരും മനസ്സിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. കാരണം ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ പ്രയോറിറ്റി അല്ലേ. നമ്മുടെ പ്രയോറിറ്റി ഒരു വീട് എത്രയും പെട്ടെന്ന് മേടിക്കുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പൊ ഈ ഏരിയ പോലും നമുക്കിപ്പം നോക്കി നിൽക്കുന്ന പോലെ കത്തിക്കെടുക്കൊണ്ടിരുന്ന വിലയൊക്കെ. ബ്രിസ്ബെയിനിൽ ഒരു വീട് മേടിക്കുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു സന്തോഷം. സാധിച്ചില്ലേ? വീണ്ടും 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 വീടുകൾ കൂടട്ടെ, വീടുകളുടെ എണ്ണം കൂടട്ടെ, ഇതിനും വലിയ വീടും വലിയ സ്ഥലവും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇത്രയും നേരം മക്കളുടെ അനുഭവങ്ങൾ കേട്ടിന്. അമ്മയ്ക്ക് എന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞ് ഈ വീട് ദൈവത്തിനോട് നന്ദി, പിന്നെ മക്കളോടും എന്നോട് നന്ദി പറയുന്നില്ലേ? സന്തോഷമാണ് അല്ലേ? അപ്പൊ ബ്രോക്കൺ ഹില്ലാണ് ഇഷ്ടപ്പെട്ടത്, ബ്രിസ്ബേൺ ആണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? ഇവിടെ ഇഷ്ടപ്പെട്ടത് സ്വന്തം വീടുള്ള ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പം നാട്ടിലോട്ട് എന്നാ അമ്മച്ച് തിരിച്ചു പോകുന്നത്? കുഴപ്പമില്ലല്ലോ, ഒരു വർഷം അത് കഴിഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ എന്തായാലും ചിഞ്ചു, എബിനെ ഇത്ര നേരം ഈ പറഞ്ഞ പോലെ നന്ദി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും മറ്റും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യാറില്ല. പല കാര്യങ്ങളും പലരും രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്നാ പറയുന്നത്, പുറത്ത് പറയാൻ പലർക്കും താല്പര്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാത്തിനും തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒത്തിരി പേർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിനൊക്കെ തള്ളിമറിക്കുവാണ്, പാവാട വിസ, സാരി വിസ എന്നൊക്കെ ഒത്തിരി പേര് നെഗറ്റീവ് കണ്ട് പറയും. അത് പറഞ്ഞുകൊണ്ട് എന്തോ നമ്മൾ മൈൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവരുടെ കൂടെയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരു താങ്ക് യു പറഞ്ഞേക്കട്ടെ എല്ലാവരോടും. ഇനി സപ്പോർട്ട് ചെയ്യണം. ഇനി തെറി വിളിക്കേണ്ടവർ ഇൻബോക്സ് ഒന്ന് തെറി വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. എന്തിരുന്നാലും കമന്റ് ആയിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് മറുപടി കിട്ടും അല്ലേ? അപ്പോൾ എല്ലാവരും താങ്ക് യു പറഞ്ഞേക്ക്. താങ്ക് യു. ബൈ ബൈ ബൈ. പറഞ്ഞോ, നീ പറ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്.